ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് രേഖ ഗുപ്തയെ യുവാവ് ആക്രമിച്ചത്. ജനസമ്പർക്ക പരിപാടിക്കിടയിലാണ് ഈ സംഭവം നടന്നത്. രേഖ ഗുപ്തയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം? ആരാണ് ഇതിന് പിന്നിൽ? ഗൗതം, ഈ രേഖാ ഗുപ്തയുടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ എല്ലാ ദിവസവും ഈ ജനസമ്പർക്ക പരിപാടി നടക്കാറുണ്ട്. സിവിൽ ലൈൻസിലുള്ള അവരുടെ വസതിയിൽ ഇന്നും ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോഴാണ് ഒരാൾ ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയും മുഖത്ത് അടിക്കുകയും ചെയ്തത്. അവിടെ ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു, ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ അക്രമം നടത്തിയത്. ഉടൻ തന്നെ ഈ അക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഡൽഹി പോലീസ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഇയാൾക്കുണ്ടോ, അതോ ബോധപൂർവമുള്ള ശ്രമമാണോ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ മേഖല അതീവ സുരക്ഷാ മേഖലയാണ്. മാത്രമല്ല മുഖ്യമന്ത്രിമാരിൽ വലിയ സുരക്ഷയുള്ള വ്യക്തി കൂടിയാണ് രേഖാ ഗുപ്ത. അവരുടെ ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ പല തരത്തിലുള്ള ആളുകളാണ് അവിടേക്ക് എത്തിച്ചേരാറുള്ളത്. ഇവരെ പരിശോധിക്കുകയും മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും കൃത്യമായ അകലത്തിൽ ഉണ്ട് എന്നും അവർ ആക്രമണത്തിന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ട കാര്യം കൂടി ഡൽഹി പോലീസിന്റെ ചുമതലയാണ്. പക്ഷേ അതിൽ ഡൽഹി പോലീസ് പരാജയപ്പെട്ടു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. സ്വാഭാവികമായും പോലീസിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. BJP വിഷയത്തെ അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ശ്രീകാന്ത്, ഈ രേഖാ ഗുപ്തയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം ഈ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഡോക്ടർമാർ എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്? മുഖ്യമന്ത്രിക്ക് വലിയ പരിക്കുകളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ നിലവിലില്ല. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായി നടത്തേണ്ട വൈദ്യപരിശോധനയാണ് അത്. കാരണം മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഡൽഹിയിൽ വലിയ സുരക്ഷ ഉള്ള വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ വൈദ്യപരിശോധന കൃത്യമായി നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ്. ആരോഗ്യസ്ഥിതി പ്രശ്നമല്ല, അവർ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഈ പ്രതിയെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെയാണ് ഇവിടെ ഒരു MP-യുടെ മാല, സ്വർണ്ണമാലയടക്കം ചാണക്യപുരിയിൽ നിന്നും അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം, അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവം. വലിയ നാണക്കേടാണ് ഈ ഘട്ടത്തിൽ ഡൽഹി പോലീസിനുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഒരുക്കേണ്ട സുരക്ഷ അതെത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. എല്ലാ ദിവസവും ഔദ്യോഗിക വസതിയിൽ ജനസമ്പർക്ക പരിപാടി രേഖ ഗുപ്ത നടത്താറുണ്ട്. ആ ജനസമ്പർക്ക പരിപാടിക്കിടയിലേക്ക് എത്തിയ ഒരു യുവാവ് ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്ത്.